ഹായ് ഫ്രണ്ട്സ്, മോനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടാബിള് ഇതുവരെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യലാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ചില കേസിൽ നമുക്ക് ടേബിൾ തന്നെ ആയിരിക്കും ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ അത് എങ്ങനെ നമുക്ക് ടാബിളിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ടേബിൾ എങ്ങനെ ടാബിളിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ കാറ്റഗറി എന്നുള്ളതിനെ കോളംസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, കോളംസിലല്ല, റോസിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സം ഓഫ് സെയിൽസിന് ഞാൻ ടെക്സ്റ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ ടേബിൾ പോലെ കിട്ടി. ഇനി ഇതിന് അടുത്ത് എനിക്ക് പ്രോഫിറ്റും കൂടി വരണമെന്നുണ്ടെങ്കിലോ, പ്രോഫിറ്റിന് എടുത്തിട്ട് ഞാൻ ഈ ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റും സെയിൽസും കിട്ടി. ഇപ്പോൾ ടേബിൾ രീതിയിൽ നമുക്ക് ഡാറ്റകൾ കിട്ടി. ഓക്കെ, സ്റ്റാർട്ടിന് പകരം ടേബിൾ രീതിയിൽ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കൂ, ഈ ഫർണിച്ചറിനുള്ള കാറ്റഗറിയിൽ ഫർണിച്ചറിന് ടോട്ടൽ സെയിൽസ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ പ്രോഫിറ്റ് വളരെ കുറവാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ഡിസ്കൗണ്ട് നല്ല കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഡിസ്കൗണ്ടിനെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ടേബിളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഇങ്ങനെയാണ് വന്നത്. ഡിസ്കൗണ്ട് സം ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിനെ ആവറേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ആവറേജ് ഓഫ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഡിസ്കൗണ്ട് മെഷർ വാല്യൂയിൽ ഡിസ്കൗണ്ട് എന്നുള്ളത് എടുക്കുക. എന്നിട്ട് അതിൽ മെഷേഴ്സ് എന്നുള്ളതിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ ആവറേജ് എന്ന് കൊടുക്കും. പക്ഷെ ആവറേജ് കൊടുത്തപ്പോൾ ഇവിടെ എല്ലാം 0 ആണ് വന്നത്. പക്ഷെ അപ്പോൾ ഇതിനെ എന്താക്കണം? 0 വന്നാൽ ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് എടുക്കുന്നത് വെച്ചാലും, വീണ്ടും ഡിസ്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫോർമാറ്റ് എടുക്കും. ഫോർമാറ്റ് എടുത്തിട്ട് ഇവിടെ കണ്ടോ, ഡിഫോൾട്ട് എന്നുള്ളത് എന്താണ്? പെയിൻ എന്നുള്ളിടത്ത് ഡിഫോൾട്ട് വന്നത് നമ്പറാണ്. ഇതിന് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലുണ്ടല്ലോ നമ്പർ, സ്റ്റാൻഡേർഡ്, നമ്പർ, കസ്റ്റം, കറൻസി കസ്റ്റം, സയൻറ്റിഫിക്, പെർസെൻറ്റേജ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഞാൻ പെർസെൻറ്റേജ് കൊടുത്തു. ഓക്കെ, പെർസെൻറ്റേജിൽ ഇതിൽ ഡെസിമൽ പ്ലേസ് എത്ര വേണമെന്നാണ് ചോദിച്ചത്. അവിടെ 2 ഇവിടെ 2 ഉള്ള 2ആയിട്ട് ഡിഫോൾട്ട് കൊടുത്തു. ഇനി 3 ഒന്നാണെങ്കിൽ ഒന്നാക്കാം. അപ്പോൾ 2 നോർമൽ സ്റ്റാൻഡേർഡ് ഫോമാണ്. 2 തന്നെ ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ നോക്കി. ഓക്കെ, ഫർണിച്ചറിനുള്ളതിന് 17% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കൊടുത്തത് തന്നെയാണ് ഫർണിച്ചേഴ്സിനാണ്. അതുകൊണ്ടാണ് ടോട്ടൽ സെയിൽസ് കൂടുതലായിട്ട് പോലും പ്രോഫിറ്റ് കുറഞ്ഞത്. അപ്പോൾ നമ്മളെ അസംഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ഇങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾ വരും. നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ വണ്ടിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഓടിക്കണമെങ്കിലും ഒരു ഹൈലൈറ്റ് ആയ കിലോമീറ്റർ, ടോട്ടൽ കിലോമീറ്റർ ഇത്ര, ടോട്ടൽ സെയിൽസ് ഇത്ര, അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ഡാറ്റകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെഡർ മെട്രിക്സ് എന്നാണ് അതിന് പറയല്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മെഷേഴ്സ് നെയിം എന്നുള്ള അതിനെ എടുത്ത് ഞാൻ കോളത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ദെൻ മെഷേഴ്സ് വാല്യൂ എന്ന് കണ്ടോ ഇവിടെ, ഈ മെഷേഴ്സ് വാല്യൂ റോയിലേക്ക് കിട്ടും. റോയിലേക്കല്ല, ലേബലിലേക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ടോട്ടൽ മെട്രിക്സുകളായ ടോട്ടൽ കൗണ്ട് ഓഫ് ഓർഡേഴ്സ്, ഡിസ്കൗണ്ട്, പ്രോഫിറ്റ്, സം ഓഫ് സെയിൽസ്, ക്വാണ്ടിറ്റി, സെയിൽസ്, ഇതെല്ലാം നമുക്ക് എന്ത് കിട്ടി? ഹെഡർ മെട്രിക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടേബിളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.